ഓടുന്ന ബസ്സിനുള്ളിൽ അഴകെട്ടി തുണി ഉണക്കാൻ വിരിച്ചിട്ട് കെഎസ്ആർടിസി ജീവനക്കാർ. പെരിന്തൽമണ്ണ ഡിപ്പോയുടെ തിരുവനന്തപുരം ബസ്സിലാണ് യാത്രക്കാരുടെ തലയ്ക്ക് മുകളിൽ കെഎസ്ആർടിസി ജീവനക്കാർ തുണി വിരിച്ചിട്ടത്. പരാതിക്ക് പിന്നാലെ തുണിയെടുത്ത് മാറ്റുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം തൃശൂരിൽ നിന്ന് പെരുമ്പാവൂരിലേക്കുള്ള കെഎസ്ആർടിസി ബസ്സിൽ കണ്ട കാഴ്ചയാണ്. ജനങ്ങൾക്ക് യാത്ര ചെയ്യേണ്ട ബസ് തുണി ഉണക്കാനുള്ള സ്ഥലമായിരിക്കുന്നു. മഴയൊക്കെ ആയതുകൊണ്ട് തുണി ഉണങ്ങിക്കിട്ടാത്തത് കൊണ്ടായിരിക്കാം ഉടുക്കുന്ന ലുങ്കിയും ഷർട്ടും അലക്കി ഉണക്കിയെടുക്കാൻ ജീവനക്കാർ സ്ഥലം കണ്ടെത്തിയത് ബസ്സിനുള്ളിലാണ്. ബസ്സിനുള്ളിൽ യാത്രക്കാരുടെ തലയ്ക്ക് മുകളിൽ അഴകെട്ടിയാണ് ലുങ്കിയും ഷർട്ടും ഉണക്കാനിട്ടിരിക്കുന്നത്. ബസ് യാത്ര തുടങ്ങി അല്പം കഴിഞ്ഞ ശേഷം തുണി മടക്കി എടുത്തു വയ്ക്കുകയും ചെയ്തു. ജീവനക്കാരോട് ഞാനിത് പറഞ്ഞു, അത് ഈ ഡ്രസ്സുകൾ മാറ്റണം, ഇത് നമ്മുടെ വീടുകളിൽ മുന്നിൽ പോലും ഇങ്ങനെ ചെയ്യാറില്ല, ഇതതിൻ്റെ KSRTCനെ എത്രമാത്രം അപമാനിക്കുന്നു അതിന് തുല്യമാണെന്ന് പറഞ്ഞപ്പോൾ സ്ഥിരം യാത്രക്കാരായ 3-4 പേരെ കൊണ്ടുവന്ന് ഞങ്ങളെ ഭീഷണിപ്പെടുത്തല്ലാണ്ട് അത് മാറ്റാൻ അവർ തയ്യാറായിട്ടില്ല. തുടർന്ന് പെരിന്തൽമണ്ണ ഡിപ്പോ വിളിച്ചിട്ട് സ്റ്റേഷന്മാർക്ക് കംപ്ലയിൻറ്റ് ചെയ്തു. ആ സമയത്താണ് ഇവരെടുത്തത് മാറ്റിയത്. അപ്പോൾ യാത്രക്കാരിലുള്ള ഇവരുടെ പെരുമാറ്റവും അതുപോലെ സംസ്കാരവും ആണ് ഞാനീ കാണിക്കുന്ന വീഡിയോയിൽ. ദയവായിട്ട് KSRTC ഈ മാന്യ അദ്ദേഹങ്ങളെയൊക്കെ കൊണ്ടുവന്ന് ഒരു നല്ലൊരു ജനങ്ങളോട് എങ്ങനെ പെരുമാറണം, അതുമല്ലെങ്കിൽ ബസ്സിൽ എങ്ങനെയൊക്കെ ചെയ്യണം, ഇട്ടിരുന്ന മുണ്ടൂരിടുവാണോ ചെയ്യണം എന്നൊന്ന് ഒരു ക്ലാസ് കൊടുക്കുന്നതായിരിക്കും നന്നായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പെരിന്തൽമണ്ണ ഡിപ്പോയുടെ തിരുവനന്തപുരം പെരിന്തൽമണ്ണ സൂപ്പർഫാസ്റ്റ് ബസ്സിലാണ് ഈ വിചിത്ര കാഴ്ച കണ്ടത്. പെരിന്തൽമണ്ണ ഡിപ്പോയുടെ RPK 231 നമ്പർ ബസ് തൃശൂർ ബസ് സ്റ്റാൻഡിൽ എത്തിയപ്പോഴാണ് യാത്രക്കാരുടെ തലയ്ക്ക് മുകളിൽ തുണി അലക്കി വിരിച്ചിരിക്കുന്നത് കണ്ടത്. പെരുമ്പാവൂരിലേക്ക് ടിക്കറ്റ് എടുത്ത യാത്രക്കാർ കാഴ്ച മൊബൈലിൽ പകർത്തി. ഡിപ്പോയിലേക്ക് വിളിച്ച് യാത്രക്കാർ പരാതി പറഞ്ഞതിനു പിന്നാലെ ചാലക്കുടി എത്തിയപ്പോൾ ഡ്രൈവർ തന്നെ തുണി എടുത്തു മാറ്റുകയും ചെയ്തു. ന്യൂസ് 18 തിരൂർ. VS അച്യുതാനന്ദൻ അനുസ്മരണമില്ലാതെ ദേശാഭിമാനി വാരാന്ത പതിപ്പ്. ഇന്നിറങ്ങിയ ദേശാഭിമാനി പത്രമാണ് സാങ്കേതിക കാരണങ്ങളാൽ വാരാന്ത പതിപ്പ് അച്ചടിക്കുന്നില്ലെന്ന അറിയിപ്പുമായി പുറത്തിറങ്ങിയത്. മറ്റൊരു ഫീച്ചറിന്റെ തലക്കെട്ടിനെ ചൊല്ലിയുള്ള തർക്കമാണ് വാരാന്ത പതിപ്പ് അവസാന നിമിഷം അച്ചടിക്കേണ്ടെന്ന് തീരുമാനത്തിലെത്തിയത്. VS അച്യുതാനന്ദന്റെ അനുസ്മരണം കവർ സ്റ്റോറിയായ വാരാന്ത പതിപ്പാണ് അച്ചടിക്കാതിരുന്നതെന്നാണ് ശ്രദ്ധേയമായ കാര്യം. നാടക പ്രവർത്തകനെ കുറിച്ചുള്ള വാർത്തയുടെ തലക്കെട്ടിലായിരുന്നു തർക്കം. കള്ളൻ വിജയൻ, ധന്യ നാടക ഗ്രാമം, മുത്തിപ്പാറ PO എന്ന തലക്കെട്ടിൽ TC രാജേഷ് എഴുതിയ ഫീച്ചറിന്റെ തലക്കെട്ടാണ് ദേശാഭിമാനി വാരാന്ത പതിപ്പിന്റെ എഡിറ്റോറിയൽ ബോർഡ് തർക്കത്തിന് വഴിവെച്ചത്. ഈ തലക്കെട്ട് നൽകാനാവില്ലെന്ന് എഡിറ്റോറിയൽ ബോർഡ് പറഞ്ഞു. എന്നാൽ തലക്കെട്ട് മാറ്റാനാവില്ലെന്ന് വാരാന്ത പതിപ്പിന്റെ എഡിറ്റർ നിർബന്ധം പിടിച്ചതോടെയാണ് ഉപേക്ഷിച്ചത്. സാങ്കേതിക പ്രശ്നങ്ങൾ കാരണമാണ് വാരാന്ത പതിപ്പ് ഇറങ്ങാതിരുന്നതെന്ന് ദേശാഭിമാനി പത്രാധിപർ M സ്വരാജ്. VSനെ അനാവശ്യ വിവാദങ്ങളിലേക്ക് വലിച്ചിഴക്കരുതെന്നും സ്വരാജ് പ്രതികരിച്ചു. സഖാവ് VSന്റെ അനുസ്മരണ കുറിപ്പ് ഒഴിവാക്കി ദേശാഭിമാനി. അതുകൊണ്ട് ഇന്ന് ഞായറാഴ്ച പതിപ്പ് ഇറക്കിയില്ല, വാരാന്ത പതിപ്പ് ഇറക്കിയില്ല എന്നാണ്. തീർത്തും അടിസ്ഥാനരഹിതമായ കാര്യമാണ്. അടിസ്ഥാനരഹിതമെന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ഇങ്ങനെ ഒരു ചോദ്യം കേട്ടപ്പോൾ ഞങ്ങളൊക്കെ ഞെട്ടിപ്പോവാണ് ചെയ്തത്. ഇപ്പൊ VSന്റെ ചരമദിനം 21-ാം തീയതിയാണ്. അതിനു മുൻപുള്ള ഞായറാഴ്ച എന്ന നിലയ്ക്ക് ഇന്നത്തെ സൺഡേ സപ്ലിമെന്റും 21-ാം തീയതിയിലെ പത്രത്തിലെ VSന്റെ അനുസ്മരണ സംബന്ധിയായിട്ടുള്ള ഐറ്റവും സ്വാഭാവികമായും പത്രപ്രവർത്തകർക്കറിയാം. കാലേ കൂട്ടി തന്നെ എഡിറ്റോറിയൽ വിഭാഗം ഇതൊക്കെ സംബന്ധിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നതാണ്. ഞങ്ങൾ അങ്ങനെ ആ കാര്യങ്ങളെല്ലാം തീരുമാനമെടുത്ത് കഴിഞ്ഞതാണ്. 21ന്റെ പത്രത്തിൽ അതിന്റെ ഭാഗമായിട്ടുള്ള പ്രത്യേക പേജ് ഉണ്ടാവുകയും ചെയ്യും. ഇന്നത്തെ ഞായറാഴ്ച പതിപ്പിൽ ദേശാഭിമാനിയുടെ കൂടി ഭാഗമായിരുന്ന സഖാവ് KV സുധാകരന്റെ അനുസ്മരണ ലേഖനമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അപ്പൊ അതിലൊന്നും യാതൊരു അവ്യക്തതയോ ആശങ്കയോ ഇല്ല. ഇതൊന്നും ഒഴിവാക്കിയ പ്രശ്നം ആരും ചിന്തിച്ചിട്ട് പോലുമില്ല. ഇന്ന് വാരാന്ത പതിപ്പ് അച്ചടിച്ച് ഇന്നത്തെ പത്രത്തോടൊപ്പം വിതരണം ചെയ്തിട്ടില്ല എന്നത് വസ്തുതയാണ്. അത് ഇന്നത്തെ പത്രത്തിൽ കൊടുത്തിട്ടുണ്ട്. സാങ്കേതിക കാരണങ്ങളാൽ ഇന്ന് അച്ചടിച്ചിട്ടില്ല എന്ന്. അതിന്റെ അർത്ഥം ഇത് ഒഴിവാക്കിയെന്നല്ല. നാളത്തെ പത്രത്തോടൊപ്പം ഇത് ഉണ്ടാവും. ഇന്ന് അച്ചടിക്കാൻ കഴിയാത്ത സാങ്കേതികമായ കാരണങ്ങൾ കൊണ്ടാണ്. മറിച്ചുള്ളതെല്ലാം തീർത്തും തെറ്റായ എന്തോ ഊഹാപോഹങ്ങളോ തെറ്റായ എന്തെങ്കിലും വിവരം കിട്ടിയതോ ആയിരിക്കും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.